വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. ആസ് യുണൈറ്റഡ് ഫാൻസ് നമ്മളിപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ പഴയ പ്ലെയേഴ്സൊക്കെ നമ്മുടെ നിലവിലുള്ള മുണ്ണകളെക്കാളും ബെറ്റർ ആണെന്നൊക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഡെഹേയ, അതുപോലെ തന്നെ ആന്റണി മാർഷലൊക്കെ. ഹോയിലൻഡിൻ്റെ സ്ഥാനത്ത് മാർഷലായിരുന്നെങ്കിൽ, ഫിറ്റ് മാർഷലായിരുന്നെങ്കിൽ നമ്മുടെ ടീം ഒത്തിരി ബെറ്ററായിട്ട് കളിച്ചേനെ. അതുപോലെ തന്നെ ഒനാനയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഡെഹേയ ആയിരുന്നെങ്കിൽ ഇത്ര അധികം മണ്ടത്തരങ്ങൾ ഒരുമിച്ച് കാണില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡെഹേയ ക്ലീനാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല. പുള്ളിയുടെ ഒത്തിരി നല്ല ആസ്പെക്റ്റുകളുണ്ട്. ഈ പറയുന്ന പോലെ ഷോർട്ട് സ്റ്റോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. പക്ഷേ ഒനാന ഈ കഴിഞ്ഞ 2 കൊല്ലത്തിൽ നടത്തിയ ഹൈ പ്രൊഫൈൽ മിസ്റ്റേക്കുകളൊന്നും ഡെഹേയ ഈ 10 കൊല്ലം യുണൈറ്റഡിൽ കളിച്ചിട്ട് വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയും വാലും പ്രശ്നമാണെന്ന് പറയാം, ബോത്ത് സൈഡ്സ് ഓഫ് ദി പിച്ച്. അപ്പോൾ ഒനാനയുടെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഗോൾ കീപ്പറിനെ ട്രസ്റ്റ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡിഫൻസിനും മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു ടീം എന്നുള്ള നിലയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒനാനയുടെ നല്ല ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ബിഗ് ഗെയിംസിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റിയും പെർഫോമൻസും കാണിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ ഇൻ്റർലെ പെർഫോമൻസ് കണ്ടിട്ടാണ് നമ്മളിങ്ങോട്ട് എടുത്തത്. മാത്രമല്ല ടെൻ ഹാഗിന് അറിയാമായിരുന്നു, അതും വലിയൊരു റീസണായിട്ട് കണക്കാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ 47 മില്യൺ കൊണ്ടുവന്നു. കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഇഷ്ടംപോലെ മിസ്റ്റേക്കുകൾ ഉണ്ടായി. നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തു പോകാനുള്ള വലിയ റീസൺ എന്ന് പറയുന്നത് ഒനാനയായിരുന്നു. അതിനുശേഷം സീസണിൻ്റെ അവസാനം ഒരു സ്ട്രോങ് ആയിട്ടാണ് അവസാനിപ്പിച്ചത്. കാരണം നമ്മൾ FA കപ്പൊക്കെ അടിച്ചു, അതുപോലെ തന്നെ സെമിയിലൊക്കെ ഒനാനയുടെ പെനാൽറ്റി സേവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ FA കപ്പ് അടിച്ചത്. അതിനകത്ത് ഒനാനയ്ക്ക് പങ്കില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു വലിയ ഡിപ്പാണ് സംഭവിച്ചത്. വിക്ടോറിയ പ്ലസനെതിരെ എറർ വരുത്തി, ബ്രൈറ്റനെതിരെ എറർ ഉണ്ടായിരുന്നു, അതുപോലെ ഫോറസ്റ്റിനെതിരെ എറർ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച എറർ ഉണ്ടായിരുന്നു. മിഡ് വീക്കിലാണെങ്കിലും ഒരു കാര്യം ഉണ്ടായില്ല. ആ ഡോർഗുവിൻ്റെ കയ്യിൽ അണ്ടർ കൺട്രോളിലായിരുന്നു ആ ബോൾ ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇവനക്ക് ഇറങ്ങി വന്ന് മിസ്റ്റേക്ക് വരുത്തിയിട്ടാണ് ഇപ്സ്വിച്ചിനെതിരെ ആദ്യത്തെ ഗോൾ വഴങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒനാനേനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിപ്പോൾ ഇനി മാറും എന്നും തോന്നണില്ല. കാരണം നന്നായിട്ട് കളിച്ചാൽ പോലും അടുത്ത കളിയിൽ ഒനാനയുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു റീപ്ലേസ്മെൻറ്റ് തീർച്ചയായും ഇനി നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ റീപ്ലേസ്മെൻ്റ് അതിലേക്ക് വരുമ്പോൾ എപ്പോഴും ആരാണ് പറ്റിയൊരു പ്ലെയർ ഉള്ളത്? ഇപ്പോൾ ഡിയോഗോ കോസ്റ്റയുടെ കാര്യം ഒത്തിരി കാലങ്ങളായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ കോസ്റ്റയാണെങ്കിൽ ഒത്തിരി മിസ്റ്റേക്കുകൾ വരുന്നൊരു പ്ലെയറാണ്. മിസ്റ്റേക്ക് ഫ്രീ ആയിട്ടുള്ള പ്ലെയർ ഒന്നുമല്ല, നമ്മൾ വേൾഡ് കപ്പിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കോസ്റ്റ ഇങ്ങനെ സ്ഥിരം പറയപ്പെടുന്ന ഒരു പേരാണ്. 70-80 മില്യണൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫിനാൻഷ്യലി വയബിളായിരിക്കും തോന്നുന്നില്ല. പിന്നെ വയബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് ട്രാഫോർഡിൻ്റെ പേരൊക്കെയാണ്. ബേൺലിയുടെ പ്ലെയറാണ്, ചാമ്പ്യൻഷിപ്പിലാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30 മില്യൺ ആ റേഞ്ചിലൊക്കെ ചിലപ്പോൾ ട്രാഫോർഡിന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവിടെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്, ഒത്തിരി ക്ലീൻ ഷീറ്റുകളൊക്കെ പിടിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്മാർട്ട് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കിയേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാലം മുമ്പ് നോക്കിയൊരു പ്ലെയറാണ് സിയോൺ സുസുക്കി, ജപ്പാനീസ് താരം. ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ ഫസ്റ്റ് ടീം അവസരം കിട്ടില്ല എന്നുള്ള ഒരു സംശയം കൊണ്ട് സുസുക്കി വരാതിരുന്നതാണ്. അപ്പോൾ ആ പ്ലെയറിനെ ചിലപ്പോൾ നോക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒനാനേനെ നിർത്തിക്കൊണ്ട് തന്നെ ഇവരാരെല്ലാം കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ടീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് നമുക്കിനി നോക്കി കാണേണ്ടതുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഹോയിലൻഡിൻ്റെ കാര്യത്തിലേക്ക് പറയാം. എന്താണ് ഹോയിലൻഡിന് പറ്റിയത് അറിയില്ല. സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഹോയിലൻഡ് എക്സ്പോസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം, സർവീസ് ഇല്ല എന്ന് പറയാം. ഇപ്പോൾ ഹോയിലൻഡിൻ്റെ കളിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ വളരെ ആവറേജാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഡ്യുവൽസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അതുപോലെ തന്നെ ബാക്ക് ടു ദ ഗോൾ, ബോൾ വിൻ ചെയ്യുന്ന കാര്യം, ഹെഡിങ് എബിലിറ്റിയുടെ കാര്യം, ഇപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയും. പിന്നെ മാത്രമല്ല ടൈമിങ്ങിൻ്റെ കാര്യം. കുറേ സമയം നമ്മുടെ ബോൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചരിച്ച് ക്രോസ് ഇടാറൊക്കെ ഉണ്ട് നമ്മുടെ വിങ്ങിലുള്ള പ്ലേയേഴ്സ്. പക്ഷേ ആ സമയത്ത് ഇവനൊന്നും ഓടി എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പോച്ചേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റാണ്. കറക്റ്റ് സമയത്ത് അങ്ങനെ വരും എന്ന് കണ്ടിട്ട് തന്നെ അവിടെ പോയി കാല് വയ്ക്കാനോ തല വയ്ക്കാനോ നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഹോയിലൻഡ് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഹോയിലൻഡിന് 22 വയസ്സുള്ളൂ. അതും പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഗോയ്ക്കീർസിനൊന്നും നമ്മൾ അറിയ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈക്കർ കംപ്ലീറ്റ്ലി മെച്ചുവർ ആവാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ 25-26 വയസ്സിലേക്കാണ് ചിലപ്പോൾ ഹോയിലൻഡ് ആ ഒരു ലെവലിലേക്കൊക്കെ ആവുന്നു. പക്ഷേ അതുവരെ ഇവനെ ഫസ്റ്റ് ടീം സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഇവൻ കഴിഞ്ഞ സീസണിൽ കാണിച്ചിരുന്നു. 6 മത്സരങ്ങളിൽ 6 ഗോളുകൾ അടുപ്പിച്ചടിച്ച് പ്രീമിയർ ലീഗിലെ യങ്ങസ്റ്റ് ഗോൾ സ്കോററായി മാറിയിരുന്നു. 6 മത്സരങ്ങൾ അങ്ങനെ 6 ഗോൾ അടിക്കുന്ന ഗോൾ സ്കോറർ എന്നുള്ള രീതിയിൽ മാറിയിരുന്നു. അതുപോലെ ഈ സീസണിലേക്ക് വന്ന് കഴിയുമ്പോൾ 2 ഗോളുകളെ ലീഗിൽ അടിച്ചിട്ടുള്ളൂ. പക്ഷേ യൂറോപ്പ ലീഗിൽ 5 ഗോൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതും
മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എവിടെയൊക്കെയോ ആൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ അത് ഫുൾഫിൽ ചെയ്യുന്നത് വരെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. നമുക്കൊരു തീർച്ചയായിട്ടും സ്ട്രൈക്കർ ആവശ്യമാണ്, അത് ക്ലബിനും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഷിമൻ്റെ പേരൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലിങ്ക് ഉണ്ട്. ഓഷിമന് യുണൈറ്റഡിലേക്ക് വരാൻ താല്പര്യമുണ്ട്, പക്ഷേ ഓൺ ഹിസ് ടേംസ് പുള്ളിക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ വരുള്ളൂ. മാത്രമല്ല നമുക്കിനി യൂറോപ്പ ലീഗും ചാമ്പ്യൻസ് ലീഗും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം തുക സാലറി ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് ഒരു ടോപ്പ് സ്ട്രൈക്കറെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഓഷിമൻ ഇൻട്രസ്റ്റ് കാണിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം റൊമാനോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടർക്കിഷ് ജേർണലിസ്റ്റ്, അത്യാവശ്യം റിലയബിളായിട്ടുള്ള ജേർണലിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു യുണൈറ്റഡിലേക്ക് വരാനായിട്ട് ഓഷിമന് നല്ല താല്പര്യമുണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് ട്രേ ഒക്കെ പോയി സംസാരിക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പും വീഡിയോ ഒക്കെ പുള്ളി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആസ് ഫാൻസ് എന്നുള്ള രീതിയിലൊക്കെ. എനിവേ, തലയും മാലും നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ ഇഷ്യൂ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം? ആരെയാണ് യുണൈറ്റഡിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റിയും തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.